ഹായ് ഡിയേഴ്സ്, ട്രിപ്പിൾ 3 വരാക്കൾ മലയാളം ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ്, അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല. ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ്, കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക. ആ വ്യക്തിയുടെ പേര് നിങ്ങൾ 3 പ്രാവശ്യം മനസ്സിൽ പറയുക. ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക. അതിനുശേഷം ഈ ഒരു റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഡിയർ ആർക്കേഞ്ചൽസ്, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് റീഡിംഗ് ഫോർ യു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ്? ഏസ് ഓഫ് വാൻസ്. ഇവിടെ ഏസ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ അതൊരു ആക്ഷനെ സൂചിപ്പിക്കുകയാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ബുദ്ധിയിൽ മുഴുവൻ, അല്ലെങ്കിൽ അവരുടെ ഓർമ്മകളിൽ മുഴുവൻ നിങ്ങളാണ് എന്നുള്ളത്. അവർ നിരന്തരം നിങ്ങളെ ഓർക്കുന്നു എന്നുള്ളത്. പക്ഷേ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇവരൊരു പക്ഷേ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം. അവരുടെ കൂടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ ആരും തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ ഓർത്തിട്ട് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് പോലും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കാം. ഇവിടെ നിങ്ങൾ തമ്മിൽ തന്നെയാണ് പ്രശ്നം. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രോബ്ലംസ് നേരത്തെയും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഈ ഒരു വ്യക്തി ചിന്തിക്കുകയാണ്, ഇനിയും ആ ഒരു പ്രോബ്ലം നിങ്ങളുടെ ലൈഫിൽ വരുമോ, അത് അവർ ഭയപ്പെടുന്നു. അതുപോലെ തന്നെ എന്നിരുന്നാലും ഈ ഒരു റിലേഷൻഷിപ്പ് ഫുൾഫിൽമെൻറ്റിലേക്ക് വരാനായിട്ട്, അതായത് അവരുടെ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട്, ഒരു റീയൂണിയൻ നടക്കാൻ വേണ്ടിയിട്ട് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. 10 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫാമിലി, ഒരു കമ്മിറ്റ്മെൻറ്റ് ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിൽ ഏറെ പ്രശ്നങ്ങളുണ്ട്, എന്നിട്ടും നിങ്ങളുടെ കൂടെ ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ വ്യക്തി ഒരു പക്ഷേ ഒരുപാട് എടുത്തുചാട്ടക്കാരനായിരിക്കാം. ഒരു വെട്ട് മുറി 2 എന്നിങ്ങനെ വളരെ മോശമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എടുത്തടിച്ച് മുഖം നോക്കാതെ സംസാരിച്ച് നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ ആ ഒരു സ്വഭാവം വന്നതിന് പിന്നിൽ അവർക്ക് ചെറുപ്പത്തിലെ ഏറ്റ മുറിവുകളായിരിക്കാം, സ്നേഹം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെയുണ്ട്. എങ്കിലും നിങ്ങളെന്ന ആ ഒരു പാഷൻ്റെ പിറകെ ഓടി വരികയാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉടനെ തന്നെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ന്യൂസ് നിങ്ങൾക്ക് കേൾക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ആരിൽ നിന്നെങ്കിലും ഈ ഒരു വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാർത്ത ഉടനെ നിങ്ങൾ കേൾക്കേണ്ടി വരും. ഒരുപക്ഷെ ഈ ഒരു വ്യക്തി തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജൊക്കെ അയക്കുന്നതുമാകാം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു നിമിഷം മുതൽ ഇവർ വളരെ സങ്കടത്തിലാണ്. അവർക്ക് ഉറക്കമില്ല, ഒരുപാട് ടെൻഷനുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് എന്താകും എന്നോർത്ത് ഒരുപാട് ആങ്സൈറ്റി ഉണ്ട്. ഇവർ സങ്കടത്തിലായിട്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പ് അവരെ സംബന്ധിച്ച് അവർക്ക് നല്ലതാണ്, അവർക്ക് സന്തോഷം കൊടുക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങൾ തമ്മിൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്, ഏറെ ഉണ്ടായിട്ടുണ്ട്. ഇനിയും അതുപോലത്തെ പ്രോബ്ലംസ് വരുമെന്ന് ഇവർ ആശങ്കാകുലരാണ്. എന്നിരുന്നാലും ഈ ഒരു റിലേഷൻഷിപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രിയപ്പെട്ടതാണ്. അതാണ് അതിൻ്റെ കാരണം. ഒരുപാട് സന്തോഷം അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ കണ്ടെത്തുന്നുണ്ട്, അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ സദാസമയവും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു. നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജൊക്കെ അയക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ടെക്സ്റ്റ് മെസ്സേജൊക്കെ അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, സദാസമയം നിങ്ങളുടെ ചിന്ത തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥയൊന്നും അതേപോലെ തന്നെ മനസ്സിലാക്കാൻ ഇവർ ശ്രമിച്ചിട്ടില്ല, ഇപ്പോഴും അവർ ശ്രമിക്കുന്നില്ല. ഇവിടെ ചിലപ്പോൾ നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമപ്രായക്കാരായിരിക്കാം. ഇവിടെ നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുക മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നു,
ഇതൊക്കെ അറിയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. കുറച്ച് സ്പൈ വർക്കും ഇവർ ചെയ്യുന്നുണ്ട്. അതായത് ഒളിഞ്ഞു നിന്ന് നിങ്ങളെ നോക്കുന്നുണ്ട്. ഒരുപക്ഷെ ലിറ്ററലി അവരവിടെ നിന്നെങ്കിലും നോക്കി നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ അക്കൗണ്ട്സൊക്കെ നോക്കുന്നുണ്ടായിരിക്കാം. ഏതായാലും അവർ നിങ്ങളെ നോക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്നറിയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ മാനിഫെസ്റ്റും ചെയ്യുന്നുണ്ട് നിങ്ങളെ. അവർക്ക് നിങ്ങളെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ അവർക്ക് സാധിക്കില്ല. ഇവർ രണ്ടുപേരും ട്വിൻ ഫ്ലെയിം ജേണിയിലാണ് എന്നുണ്ടെങ്കിലും രണ്ടുപേർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു സ്വഭാവമാണ്. ഒരുപാട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് എപ്പോഴും വാക്കുകൾ കൊണ്ട് കടിച്ചു കീറാൻ നിൽക്കുന്ന അതുപോലെ ഒരു സ്വഭാവമായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയുടേത്. ഒരുപക്ഷെ നിങ്ങളൊരു കുഞ്ഞാടിനെ പോലെ ആയിരിക്കാം. തിരിച്ചും ആവാം. ഈ ഒരു റിലേഷൻഷിപ്പ് ഒട്ടും സ്ട്രോങ് അല്ല ഇപ്പോൾ. അതായത് പരസ്പരം ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, അത് ശരിയാണ്. പക്ഷേ റിലേഷൻഷിപ്പ് സ്ട്രോങ് അല്ല. കാരണം പലതരത്തിലും പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടുകളയാൻ രണ്ടുപേരും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് സന്തോഷം പകർന്നു കൊടുത്തിട്ടുള്ള റിലേഷൻഷിപ്പാണ്. കാരണം അവരുടെ സ്വഭാവവുമായിട്ട് ഏറെ ചേരുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവർക്ക് കിട്ടാനില്ല. അല്ലെങ്കിൽ അവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ മനസ്സിലാക്കി അവരെ കൂടെ കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ അവരുടെ കൂടെ പോകാനായിട്ടൊക്കെ നിങ്ങൾ ഏറെ നല്ലതാണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോഴും പ്രതീക്ഷ വയ്ക്കുന്നുണ്ടാവും. ഇവിടെ ഹോപ്പ് എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി വരും എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഏറെ സാക്രിഫൈസ് ചെയ്ത റിലേഷൻഷിപ്പാണിത്. എന്തിനു വേണ്ടി സാക്രിഫൈസ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു വ്യക്തി ആദ്യകാലങ്ങളിൽ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. ആ ഒരു സ്നേഹത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇത്രയും നാളും ഈ ഒരു ബന്ധത്തിൽ നിന്നിട്ടുള്ളത്, സാക്രിഫൈസ് ചെയ്തിട്ടുള്ളത്. കാരണം ആ ഒരു സ്നേഹം നിങ്ങൾക്ക് കിട്ടും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വ്യക്തിക്കും ഇപ്പോൾ ഒരു വിസ്ഡം ഉണ്ടായിട്ടുണ്ട്, ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് എന്താണ്, നിങ്ങൾ അവരുടെ ആരായിരുന്നു എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ്, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ഇതൊക്കെ ഇപ്പോഴാണ് അവർക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് ഇപ്പോഴാണ് അവർക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തായാലും ഒരാൾ മറ്റൊരാളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്, കൺട്രോൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സങ്കടകരമായിട്ടുള്ള നിമിഷങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം. ഏതായാലും ആ ഒരു റിലേഷൻഷിപ്പ് ടോക്സിക് ആകാനായിട്ട് കാരണമായിട്ടുണ്ട്. വാക്കുകൾ കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ചിലപ്പോൾ നിസ്സാരമായിട്ടുള്ള കാരണങ്ങളായിരിക്കാം, ചില പിണക്കങ്ങളായിരിക്കാം. ഇതെല്ലാം ഒരുപാട് സങ്കടത്തിൽ ആക്കിയിട്ടുണ്ട്. റിലേഷൻഷിപ്പ് ടോക്സിക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിലാണ്. അതായത് അനങ്ങാൻ പോലും വയ്യാത്ത അത്രയും വിഷമം പിടിച്ച ഒരു സിറ്റുവേഷനിലാണ് ആൾ ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് വാക്ക് പാലിക്കാൻ കഴിയാതെ വന്നത്. നിങ്ങളൊരു പക്ഷേ ആ ഒരു വ്യക്തി വാക്ക് പാലിക്കുമെന്ന് കരുതിയിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ പേരിലും തെറ്റില്ല. പക്ഷേ അവർ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു എന്ന് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരാണ്. അവർക്ക് അനങ്ങാൻ പോലും വയ്യാത്ത സിറ്റുവേഷനാണ്. അവർക്ക് വോയിസ് ഉണ്ടായിട്ടില്ല. അവർക്ക് എന്ത് പറയണമെന്നറിയാൻ വയ്യാത്ത സിറ്റുവേഷനാണ്. അതുകൊണ്ടായിരിക്കാം അവർ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളെ സ്നേഹിക്കാതിരുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് മേൽ പ്രകടിപ്പിക്കാതിരുന്നത്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് ആരംഭിക്കും, പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യും. കാരണം അവർക്കത് പറ്റും. നേരത്തെ അവർ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. പക്ഷേ അവർ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അതിന് എന്ത് ചെയ്യണമെന്ന് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് കാർഡ്, അവർക്ക് ഐഡിയാസ് ഉണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഇനി ഒരുപക്ഷെ അവർക്ക് ഒരുപാട് ലവ് ബിലീഫ്സ് ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ചിലപ്പോൾ അവരും ഇവർക്ക് പ്രിയപ്പെട്ടതായിരിക്കാം. ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഇതൊക്കെ ഇവർ ചിന്തിച്ച് വെച്ചിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ പാരൻസ്, ഫാമിലിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. റിലീജിയൻ, കാസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ, ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ്. അവർ ഒരുപാട് ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്വിൻ ഫ്ലെയിം സ്റ്റേജസ്, ഒരു ട്വിൻ ഫ്ലെയിം ജേണിയാണെന്ന് നേരത്തെ പറഞ്ഞു. ഇവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, അതും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്.
ഒരുപക്ഷെ അടുത്ത് തന്നെ ഒരു ഗുഡ് ന്യൂസായിട്ട് നിങ്ങളിത് കേൾക്കും. അവർ ചിന്തിച്ച് എന്ത് തീരുമാനം എടുത്തു എന്നുള്ളത് നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഏറെ സപ്പോർട്ട് കിട്ടുന്ന ഒരു റിലേഷൻഷിപ്പായിരിക്കും ഇനി വരാൻ പോകുന്നത്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഏറെ സപ്പോർട്ട് തരും. നിങ്ങൾ ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അവർ ഉപേക്ഷിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ലീവ് യുവർ പാഷൻ എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ പാഷൻ എന്താണോ അതിൽ ജീവിക്കുക. കഴിഞ്ഞു പോയതോ ഇനി വരാനിരിക്കുന്നതോ ആയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അതിനുവേണ്ടി ജീവിക്കുക, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ നേരത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു പോയിട്ടുള്ള താളപ്പിഴകൾ, പാകപ്പിഴകൾ ഒക്കെ വീണ്ടും വീണ്ടും പറഞ്ഞ് ഒരാൾ മറ്റൊരാളെ വേദനിപ്പിക്കുക, അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇതുപോലത്തെ സ്വഭാവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർത്തുക. അതുപോലെ തന്നെ ഇവിടെ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കാണുന്നത് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഒരു കുഞ്ഞിന് വേണ്ടി എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കേണ്ട കാര്യമില്ല. ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോൾ എന്താണ് ഉള്ളത്, ഇപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ട് അതിൽ സന്തോഷിക്കുക, അതിന് ദൈവത്തിന് നന്ദി പറയുക. ഇതുമാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇവിടെ പേഴ്സണൽ നെയിം OKDASLG എന്നാണ് കിട്ടിയിരിക്കുന്നത്. R എന്ന് കിട്ടിയിട്ടുണ്ട്, M എന്നാണ് കിട്ടിയിരിക്കുന്നത്, T എന്ന് കിട്ടിയിട്ടുണ്ട്, F എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് പ്ലേസ് ആണ് എടുക്കാനുള്ളത്. നമുക്ക് നോക്കാം. ഇവിടെ ആലപ്പുഴ എന്ന് കിട്ടിയിട്ടുണ്ട്, തിരുവനന്തപുരം എന്ന് കിട്ടി, കോഴിക്കോട്, ചെന്നൈ, എറണാകുളം, ഔട്ട് ഓഫ് കൺട്രി. അപ്പോൾ ഈ പ്ലേസൊക്കെ നിങ്ങൾക്ക് റീസണേറ്റ് ആകുന്നുണ്ടോ? നിങ്ങളുടെ വ്യക്തിയുടെയോ നിങ്ങളുടെയോ പ്ലേസ് ആണോ? നിങ്ങൾ ജോലി ചെയ്യുന്ന പ്ലേസ് ആണോ? ഇതൊക്കെ നിങ്ങൾ നോക്കുക. ഇനി നമുക്ക് മോർ ക്ലൂ കൂടി എടുക്കാം. ഇവിടെ 1010 ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആണ്. 777, 888, അത് 12 എന്നൊരു നമ്പർ ബർത്ത് ഡേറ്റ് ആവാം. ഇവിടെ 9 എന്നൊരു നമ്പർ 20, 37, 38, 43, 31, 47, 51, 48, 36, 5 എന്നൊരു ഡേറ്റ്, 11 എന്നൊരു ഡേറ്റ്, 41, Capricorn, Sagittarius, ഹസ്ബൻഡ്, ബ്യൂട്ടിഫുൾ ഐസ്, തിൻ, വളരെ മെലിഞ്ഞിട്ടുള്ള ഒരാളായിരിക്കാം, ബ്ലാക്ക് കളർ ഇഷ്ടമുള്ള ഒരാളായിരിക്കാം. ബ്ലാക്ക് ബട്ടർഫ്ലൈയെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ്. ഗ്രീൻ ബട്ടർഫ്ലൈയെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ്. ഷോർട്ട്, പൊക്കം കുറഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കാം, വ്യക്തിയോ നിങ്ങളോ. ഇവിടെ നമുക്ക് റെഡ് ബട്ടർഫ്ലൈ എന്ന് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, വെരി ടോൾ, കേളി ഹെയർ, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരിക്കാം, വളരെയധികം അഡിക്ഷൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കിനി ആർക്കേഞ്ചൽ സാമുവേലിനോട് ചോദിക്കാം, എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഡിയർ ആർക്കേഞ്ചൽ സാമുവേൽ, പ്ലീസ് ഗിവ് മീ റൈറ്റ് മെസ്സേജ് ഫോർ യു. യെസ്, റൊമാൻസ്, പ്രണയം തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നതും ഈ ഒരു വ്യക്തിയുടെ പ്രണയം തന്നെയാണ്. അപ്പോൾ എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, അതുപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. നിങ്ങൾ തമ്മിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരും, അവർ നിങ്ങൾക്ക് അവരുടെ ആ ഒരു പ്രണയം തരും. അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു.
ദൈവത്തോടും നിങ്ങളോടും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.